ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആകുന്ന ടിപ്സ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. അപ്പോൾ ഒത്തിരി പറഞ്ഞ് ബോറടിപ്പിക്കുന്ന വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എന്താ കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു കുപ്പി വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു കുപ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാൻ ഇതാ കുപ്പിയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാണ്. ഇപ്പൊ ഞാൻ ഇതിന്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ പച്ചക്കറികളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു പച്ചക്കറികളൊക്കെ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ആ ഒരു കുപ്പിയിലോട്ട് കൊള്ളുന്ന രീതിയിൽ പച്ചക്കറികളൊക്കെ ഒന്ന് അടുക്കി വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുപ്പിയുടെ മുകളിലത്തെ ഭാഗം കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം. ഇപ്പൊ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ പച്ചക്കറികളൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ പച്ചക്കറികൾ കേടുകൂടാതെ കുറെ നാള് ഇരുന്നോളൂ കേട്ടോ. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് അടപ്പിട്ട് കൊടുക്കാം. ഇപ്പൊ എന്റെ കയ്യിൽ അടപ്പ് മിസ്സായേക്കാണ്. ഇതുപോലെ അടപ്പില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ ടിഷ്യൂവോ അല്ലെങ്കിൽ കോട്ടന്റെ തുണിയോ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റി വെച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു കുപ്പി നമ്മുടെ ഫ്രിഡ്ജിന്റെ ഡോറിന്റെ സൈഡിലായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം. അപ്പൊ ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്തെടുക്കുകയാണെങ്കിൽ പച്ചക്കറികളൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ഫ്രിഡ്ജിന്റെ ഡോറിന്റെ സൈഡിലായിട്ട് വെച്ചു കൊടുക്കാനും പറ്റും. പിന്നെ ഫ്രിഡ്ജിന്റെ ബാക്കിയുള്ള ഭാഗത്ത് ബാക്കി വന്ന ഫുഡൊക്കെ ഉണ്ടാവല്ലോ, ആ ഒരു ഫുഡൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒത്തിരി സ്ഥലം കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എന്റെ കയ്യിലുള്ള കോട്ടന്റെ തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള കോട്ടൺ തുണികളൊക്കെ നമ്മുടെ കയ്യിൽ ഒത്തിരി ഉണ്ടാവല്ലേ, പഴയ ഡ്രസ്സിന്റെ ആയാലും ഒക്കെ ഉണ്ടാവും നമ്മുടെ കയ്യില്. ഇതുപോലുള്ള കോട്ടൺ തുണികളൊക്കെ നമ്മൾ സാധാരണ എടുക്കാറുള്ളത് അടുക്കളയിൽ എന്തെങ്കിലും തുടക്കാനൊക്കെ എടുക്കും അല്ലെ. അപ്പോൾ അതല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനായിട്ട് ഞാൻ ഇതൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കട്ട് ചെയ്ത പീസിന്റെ 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതെന്തിനാ ഉപയോഗിക്കാന്ന് വെച്ചാൽ നമ്മള് കുട്ടികളൊക്കെ സ്കൂളിലോട്ട് പോകുന്ന ടൈമില് ഉച്ചഭക്ഷണം കഴിക്കുന്ന ടൈമില് നമ്മള് ഇതുപോലെ ടവലൊക്കെ കൊടുത്തു വിടാറുണ്ടല്ലേ. അപ്പൊ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ മിക്കപ്പോഴും ആ ഒരു ടവൽ മിസ്സാക്കാറുണ്ടാവും. അപ്പൊ നമ്മുടെ കയ്യിലുള്ള കോട്ടന്റെ തുണികളൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുത്തു വിടുകയാണെങ്കിൽ അവരുടെ അടുത്ത് ഈ ഒരു ടവല് മിസ്സായാലും വലിയ പ്രശ്നമൊന്നും ഇല്ല. അത് മാത്രമല്ല, ഈ ഒരു ടവല് ഒരു തവണ വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് കളയുകയും ചെയ്യാം. അപ്പൊ ഏതായാലും നമ്മൾ കളയാൻ വെച്ചിരിക്കുന്നതാണല്ലോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മുടെ കയ്യിലുള്ള ഇതുപോലുള്ള കത്തികളൊക്കെ മുറിച്ചു കൂട്ടി എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണ് എടുത്തത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള കത്തിയൊക്കെ മുറിച്ചു കൂട്ടി എടുക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലുള്ള മരത്തിന്റെ കരണ്ടിയാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള കുപ്പിയുടെ അടപ്പാണ്. ഇവിടെ ഞാൻ 2 കുപ്പിയുടെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലോട്ട് മെയിൻ ആയിട്ട് വേണ്ടത് ഇതുപോലൊരു സാൻഡ് പേപ്പർ ആണ്. ഈ ഒരു പുഴികടലാസ് നമുക്ക് പല കട്ടിയിൽ കിട്ടാനുണ്ട്. അപ്പൊ അതിന് പല നമ്പർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ മാക്സിമം കട്ടിയുള്ള എടുക്കുകയാണെങ്കിൽ കുറെ നാൾ ഈട് നിൽക്കുകയും ചെയ്യും. മാത്രമല്ല കത്തിയൊക്കെ പെട്ടെന്ന് മുറിച്ചുകൂട്ടി എടുക്കാനും പറ്റും കേട്ടോ. ഇത് ഇത്രയും നമുക്ക് ആവശ്യമില്ല. ഇതിൽ നിന്ന് ചെറിയ പീസ് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പീസിൽ നിന്ന് ഞാൻ ചെറിയ 2 പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇത്രയും ചെറിയ പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഞാനിതാ നമ്മൾ നേരത്തെ എടുത്തു വെച്ച കുപ്പിയുടെ അടപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു അടപ്പിലോട്ട് നമുക്ക് ഈ ഒരു സാൻഡ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ്. ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോൾ കുറെ നാൾ ഈട് നിൽക്കുകയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ സൂപ്പർ ഗ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒട്ടിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഇതുപോലെ ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു അടപ്പിന് ചുറ്റുമായിട്ട്. ഇനി അതിലോട്ടേക്ക് സാൻഡ് പേപ്പർ, ആ ഒരു അടപ്പിന് ചുറ്റുമായിട്ട് തന്നെ സാൻഡ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൽ എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അടുത്ത അടപ്പും ചെയ്തെടുക്കാം. ഇനി മരത്തിന്റെ തവി എടുത്തതിന് ശേഷം മരത്തിന്റെ തവിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ബോട്ടിൽ ക്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ക്യാപ്പ് ഇതുപോലെ ഒന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ 2 അടപ്പും അടുത്തടുത്ത് വെച്ചിട്ട് വേണം കേട്ടോ സ്ക്രൂ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പൊ ഞാൻ 2 സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ അടപ്പിന്റെ ഈ ഒരു ഒട്ടിച്ച ഭാഗമില്ലേ, ആ ഒരു ഒട്ടിച്ച ഭാഗം 2 സൈഡിലായിട്ടായിരിക്കണം കേട്ടോ. നടുവിലാവാൻ പാടില്ല. നടുവിലാവുന്ന ടൈമിൽ നമ്മുടെ കത്തി ഇങ്ങനെ മുറിച്ചു കൂട്ടുന്ന ടൈമിൽ പെട്ടെന്ന് അത് ഇളകി പോരും കേട്ടോ. ഇനി മുറിച്ചു കൂട്ടാനുള്ള കത്തിയോ കത്രികയോ എടുത്തതിന് ശേഷം ഇതുപോലെ ആ ഒരു അടപ്പിന്റെ നടുവിലോട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ നമ്മൾ 4ഓ 5ഓ പ്രാവശ്യം ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കത്തി നന്നായിട്ട് തന്നെ മുറിച്ചും കൂടി കിട്ടും കേട്ടോ.
ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര മൂർച്ചയില്ലാത്ത കത്തി വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ മൂർച്ചം കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിയിൽ നമുക്ക് കത്തി മാത്രമല്ല കത്രികയും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മൂർച്ചം കൂട്ടിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ നേരത്തെ കത്തി ചെയ്തതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ മൂർച്ചം കൂടി കിട്ടും. ഇതുപോലെ സാൻഡ് പേപ്പർ കൊണ്ട് ഒരു തവണ ഉണ്ടാക്കിയിട്ട് നമ്മൾ അടുക്കളയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കത്തികളൊക്കെ മൂർച്ചം കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, എന്നാൽ അതിലേറെ ഉപയോഗമാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എന്താ കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ചെറിയ വെള്ളത്തിന്റെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ബോട്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു മാർക്ക് ചെയ്യുന്ന രൂപത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ കട്ടറോ കത്രിയോ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഇപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലും താഴെയായിട്ട് ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ മുകൾ ഭാഗത്ത് സെൻട്രലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അതുപോലെ താഴെയായിട്ട് ഞാൻ ഈ ഒരു രീതിയിലൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ ബ്രഷ് ഒക്കെ ഇട്ട് വെക്കാനല്ല, ബ്രഷ് ഹോൾഡർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ നമ്മുടെ വാഷ്റൂമിലൊക്കെ തൂക്കിയിടുകയാണെങ്കിൽ നമുക്ക് ബ്രഷ് ഒക്കെ ഇട്ട് വെക്കുന്ന നല്ലൊരു ബ്രഷ് ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു പോട്ടിന്റെ താഴ്ഭാഗത്തായിട്ട് ഹോൾ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ അതിലെന്തെങ്കിലും വെള്ളം ആയാൽ പോലും ആ ഒരു ഹോളിലോട്ട് താഴോട്ട് ഇറങ്ങിക്കോളും. അപ്പൊ ഇതുപോലുള്ള ബോട്ടിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബ്രഷ് ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലുള്ള പെയിന്റ് ഒക്കെ ഇളകിയ ക്ലിപ്പൊക്കെ കാണുമല്ലേ. അപ്പോൾ ആ ഒരു ക്ലിപ്പ് നമുക്ക് വലിച്ചെറിഞ്ഞ് കളയാതെ വേറൊരു രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ അടുക്കളയിൽ ഇതുപോലെ ബാക്കി വന്ന കവറൊക്കെ ഉണ്ടാവില്ല, അതായത് യൂസ് ചെയ്തിട്ട് ബാക്കി വന്ന കവറിൽ തന്നെ സൂക്ഷിച്ച് വെക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ മടക്കിയതിനു ശേഷം ഈ ഒരു ക്ലിപ്പ് ഇട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഇതുപോലുള്ള ക്ലിപ്പ് ആയതുകൊണ്ടായിരുന്നു നമുക്ക് എളുപ്പത്തിൽ ഇട്ട് സൂക്ഷിക്കാനും പറ്റും. ഇനി ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ക്ലിപ്പൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാക്കറ്റ് തന്നെ മടക്കി സൂക്ഷിക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഈ ഒരു പാക്കറ്റിന്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇത് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ കൂടി തന്നെ കാണിച്ചതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പാക്കറ്റ് എടുത്തത് കൊണ്ട് ഒന്നുകൂടി ഷെയർ ചെയ്യുന്നത് മാത്രം. പിന്നെ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്, അപ്പൊ അവർക്ക് കൂടി യൂസ്ഫുൾ ആവുമല്ലോ. അപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ താഴോട്ടേക്ക് ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഇതിന്റെ രണ്ട് സൈഡിലും കാണുന്ന ഈ ഒരു കോണ് പോലത്തെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ, രണ്ട് സൈഡിൽ നിന്നും. അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പാക്കറ്റിലോട്ട് പ്രാണികളും പാറ്റകളും ഒന്നും കിടക്കില്ല, നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. ഇപ്പൊ ഞാൻ ഇത് താഴോട്ടേക്ക് കുലുക്കി ഒന്ന് കാണിച്ചു തരുന്നുണ്ട്, കണ്ടില്ലേ, നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരുന്നോളൂ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.